ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നോമ്പിൻ്റെ തലേ ദിവസത്തെ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെയാണ്. ഇത്തവണത്തെ നോമ്പിൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ വളരെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ പുറകു വശം കുറച്ച് തേപ്പൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടിപ്പോൾ ദിവസങ്ങളായിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞ സമയത്ത് നമ്മൾ വീടൊക്കെ ഫുള്ളായിട്ട് കഴുകി വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു, ക്ലീനാക്കി മൊത്തത്തിൽ. അതുകൊണ്ട് നമുക്ക് തലേ ദിവസം തന്നെ കുറച്ച് പണികൾ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ജനലൊക്കെ ഒന്ന് വൃത്തിയാക്കുക, വാതിലൊക്കെ തുടയ്ക്കുക, പിന്നെ നമ്മുടെ വലയൊക്കെ ഒന്ന് അടിച്ചെടുക്കുക, അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പണികൾ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ നോമ്പിൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ വളരെ എളുപ്പമായിരുന്നു കേട്ടോ. ഒരു മാസത്തെ ജോലി ഉണ്ടായിരുന്നെങ്കിലും അവസാന വട്ടത്തിലൊക്കെ എത്തിയപ്പോൾ ഞങ്ങൾ നല്ല പീസ്ഫുള്ളായിട്ട് ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞത്. പിന്നെ നമ്മളിത് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ കറി വെച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരുന്നപ്പോഴാണ് മാമി ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചത്. ഐദൂട്ടിയുടെ വാപ്പാടെ ഉമ്മയാണ്. നോമ്പായി കഴിഞ്ഞാൽ ഈ വെയിലത്ത് നമുക്ക് യാത്രയൊക്കെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, നല്ല ക്ഷീണം ഉണ്ടാവും. പിന്നെ ഇന്ന് മുതൽ ഒരു ചെറിയ മഴയുടെ ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങിയ സമയത്ത് നമ്മളിതേ ഇറങ്ങി മാമിയുടെ കടയുടെ ഫ്രണ്ടിലെത്തിയപ്പോഴേക്കും നല്ല മഴയായി. അങ്ങനെ ഞാനും പാത്തും കൂടെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് മാമിയുടെ കടയിൽ ഇറങ്ങി നിന്നു. മഴ തോരുകയാണെങ്കിൽ പോവാമെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ നന്നായിട്ട് തോർന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മാമിയെ കാണാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് പാത്തൂട്ടി ഒരു നീണ്ട ലിസ്റ്റിംഗ് വന്നു. ഷാർജ, ബോണറ്റ്, ഐസ്ക്രീം, ജ്യൂസ്, അങ്ങനെ തുടങ്ങിയ സാധനങ്ങളുടെ. അങ്ങനെ ഞങ്ങളൊരു ഷോപ്പിൽ കയറി ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ പോയത്. അപ്പോഴേക്കും മഴയായി. പിന്നെ കുറേ നമ്മളവിടെ പോസ്റ്റായി. 3 ദിവസമായിട്ട് നമ്മൾ ആരും എക്സ്പെക്റ്റ് ചെയ്യാത്ത മഴയാണ് ഇവിടെ പെയ്യുന്നത് കേട്ടോ. പെട്ടെന്നൊരു മഴയാണ്. പിന്നെ അത് തോർന്നിട്ടേ ഇല്ല. ഒരു 3 ദിവസം കൊണ്ട് ഇങ്ങനെ ചാറി നിൽക്കുകയാണ്. ചില സമയത്ത് അങ്ങ് പെരുമഴയായിട്ട് പെയ്യും, പിന്നെ അങ്ങ് ചാറും. ഒരിക്കലും അങ്ങനെ തുള്ളി എടുക്കാത്തൊരു മഴയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മഴ തെല്ലൊന്ന് കുറഞ്ഞപ്പോൾ നമ്മൾ വണ്ടിയെടുത്ത് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അവളുടെ കൂട്ടുകാരൊക്കെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം, ഡാൻസ്, ബഹളം, പിന്നെ മഴയത്ത് കളിക്കാനും ഭയങ്കര ഇഷ്ടം. എന്തായാലും എല്ലാവരും പറയുമായിരുന്നു ഈ ഒരു വെയിലത്ത് എങ്ങനെയാണ് നോമ്പ് പിടിക്കുന്നതെന്ന്. പടച്ചോൻ അനുഗ്രഹിച്ച് മഴ തന്നിട്ടുണ്ട്. നോമ്പിൻ്റെ എല്ലാ അനുകൂല കാലാവസ്ഥയായിട്ടുണ്ട്. അതേ കുളിച്ച് റെഡിയായി വന്നപ്പോഴേക്കും ചായ കുടിക്കാനുള്ള സമയമായി. ഇന്ന് റമദാനിൻ്റെ തലേയിൽ നിന്നായതുകൊണ്ട് തന്നെ മരിച്ചവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി ഹദിയ ചെയ്യും, ദുആ ചെയ്യും, യാസീനോതും, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. 5 ദിവസം 10 ദിവസം കൂടെ പിണങ്ങിയാൽ ഇതാണ് അവസ്ഥ. അവന് പിണക്കം വന്നാൽ അവൻ അപ്പോഴേ തറയിലോട്ട് വീണിട്ട് ഇതേ കണ്ണും തുറച്ച് നാക്കും വെളിയിലിട്ട് കിടക്കും. പിന്നെ ആരെങ്കിലുമൊക്കെ ചെന്ന് സമാധാനിപ്പിച്ച് വിളിച്ചുകൊണ്ട് വരണം. നമ്മൾ യാസീനോദാൻ ഉണ്ടാക്കിയത് ഒറോട്ടിയാണ് കേട്ടോ. നമ്മളെ നാട്ടിലിത് ഒറട്ടി എന്നാണ് പറയുക, നിങ്ങളുടെ നാട്ടിലെന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ എളുപ്പത്തിന് ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഈ ഒറട്ടി ഉണ്ടാക്കാനായിട്ട് പ്രത്യേക ഒരു മൺചട്ടി ഉണ്ട് കേട്ടോ. അതിനകത്ത് ഉണ്ടാക്കിയാലാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് തലപ്രാരാവിൻ്റെ നമ്മുടെ ഫാത്തിഹ പങ്കുകൾ, ഇടിയപ്പവും ഒറട്ടി. നോമ്പിൻ്റെ തലേ ദിവസത്തിന് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പേരാണ് കേട്ടോ ഈ തലപ്രാരാവ്. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ നിസ്കരിച്ചിട്ടൊക്കെ വന്നിട്ട് എല്ലാവരും കാപ്പി കുടിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് എല്ലാവരും ഒരുമിച്ചുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ എല്ലാവരും ഒരുമിച്ചുണ്ടെങ്കിൽ ഒരുപാട് ഫുഡ് കഴിക്കും കേട്ടോ. കാര്യങ്ങളും കഥകളൊക്കെ പറഞ്ഞ് ടൈം പോകുന്നതും അറിയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ഒരുമിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് അപ്പോഴേക്കും ഇഷാക്ക് ബാങ്ക് വിളിച്ചു. ഇഷായെ നിസ്കരിച്ചിട്ട് നമ്മൾ നേരത്തെ കിടന്നുറങ്ങി. കാരണം നമുക്ക് വെളുപ്പാങ്കാലത്ത് ഇടയത്താഴം കഴിക്കാൻ എഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട, ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.